തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് മദ്യപ സംഘം 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇന്നലെ ഒരു മദ്യപാനിയായ അച്ഛൻ മകനെ കുത്തിക്കുന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വന്നു. അതും ഈ ശ്രീകാര്യത്തിനടുത്താണ്, കാര്യവട്ടത്ത്. പനങ്ങോട്ടുകോണം സ്വദേശികളായ രാജേഷ്, സഹോദരൻ രതീഷ്, ബന്ധുവായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. അയൽവാസിയായ സഞ്ജയും സുഹൃത്തുക്കളും ചേർന്നാണ് 3 പേരെയും ആക്രമിച്ചതെന്നറിയുന്നു. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, എപ്പോഴായിരുന്നു ഈ ആക്രമണം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ശ്രീകാര്യം പൗടിക്കോണത്ത് കഴിഞ്ഞ ദിവസം രാത്രി 11:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ മദ്യപിച്ചെത്തിയ സംഘം അയൽക്കാരായ 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിന്റെ കാര്യമായി പറയുന്നത്, അതായത് ഈ സഞ്ജയും സുഹൃത്തുക്കളും മദ്യപിച്ച ഈ റോഡിൽ വഴക്ക് കൂടുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ തന്നെ ഈ രാജേഷും ബന്ധുക്കളും ഒക്കെ ഈ വഴി വരുന്നുണ്ടായിരുന്നു. അവർ ഈ വഴക്ക് പറയുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതാണ് പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരസ്പരമുള്ള വാക്കുതർക്കത്തിലേക്ക് കടക്കുകയും പിന്നാലെ തന്നെ ഈ രാജേഷിന്റെ വീട്ടിലേക്ക് സഞ്ജയും സംഘവും കയറി ചെന്ന് കത്തി കൊണ്ട് ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രാജേഷിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാജേഷിന്റെ സഹോദരനായ രതീഷിന് മുതുകിന് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ബന്ധുവായ രഞ്ജിത്ത, ഇവർ 3 പേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഏതായാലും പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അരുൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ ഇതേ രീതിയിൽ തന്നെ മദ്യപിച്ച് മകനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. സ്ഥിരമായി വീണ്ടും ഒരു വലിയ ഇടവേള, നേരത്തെ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം ഉണ്ടാകാറുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ വീണ്ടും മദ്യപിച്ച് ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്ന ഒരു സ്ഥിതി വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അരുൺ. ഓക്കെ സുനിഷ, മദ്യം വാങ്ങിച്ചു കുടിച്ചതിന് പേര് റെക്കോർഡ് ഇട്ടു എന്ന് അഭിമാനിക്കുന്ന ബിവറേജ് കോർപ്പറേഷനിലെ ചില ആളുകളോടാണ്. നിങ്ങൾ കുടിച്ച് ചില മനുഷ്യരെ ജയിലിലാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ പറയും കുടിച്ചാൽ വയറ്റിൽ കിടക്കണം എന്ന് പറയും, അല്ലെങ്കിൽ വഴി കിടക്കും എന്ന് പറയും. ഇപ്പം ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലാണ്.